ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. കുഞ്ഞുങ്ങളുടെ ചോറുകൊണ്ട് എന്താണെങ്കിലും ധനുഷിനെയും സ്നേഹയും വിളിക്കണമെന്ന് സേതുമാധവൻ പറയും. അതിനെതിരെ നിൽക്കുകയാണ് നന്ദനും സച്ചിയും സന്ദീപും. തുടർന്ന് അവരെന്താണെങ്കിലും വേണമെന്ന് സേതു നിർബന്ധം പിടിക്കുമ്പോൾ അവന്തികയും അർച്ചനയും കൂടി ചെന്ന് അവരെ ചടങ്ങിനായി ക്ഷണിക്കുന്നു. സേതുമാധവൻ നേരിട്ട് വന്ന് വിളിക്കാതെ താൻ ഒരിക്കലും ചടങ്ങിന് വരില്ലെന്ന് തീർത്ത് പറയുകയാണ് സ്നേഹ. സ്നേഹ വരുമെന്നും എന്നാൽ താൻ വരില്ലെന്നും ധനുഷ് പറയുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൂടിയാണ് അച്ഛൻ വിളിച്ചതെന്നും ഇതിനൊരിക്കലും എതിരെ നിൽക്കരുതെന്നും അർച്ചന പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ശരി, അച്ഛൻ വന്ന് വിളിക്കാതെ ഞാൻ വരില്ലെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്നേഹ. അങ്ങനെ അവരവിടുന്ന് പോയതിനു ശേഷം ധനുഷ് ചോദിക്കുകയാണ്, നീ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കൂടിപ്പോകലുമില്ല, ഉള്ള കാര്യം തന്നെയാ ഞാൻ പറഞ്ഞതെന്നും സ്നേഹ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. അച്ഛൻ നേരിട്ട് എന്ന് വിളിച്ചിട്ടാണ് ധനുഷും സ്നേഹയും ചടങ്ങിന് വരാമെന്ന് സമ്മതിച്ചത്. നീയായിട്ട് ഇനി ഒന്നിനും എതിര് നിൽക്കരുതെന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്നും സന്ദീപിനോട് പറയുകയാണ് ആതിര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്ത് നടക്കുന്ന സേതുമാധവനെയാണ്. അതേസമയം അർച്ചനയും സേതുമാധവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം അങ്ങോട്ടേക്ക് മാഷും കമലയും ചെല്ലുകയാണ്. എന്താ അച്ഛനും അമ്മയും ഈ രാത്രിയില്ലെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മൂകാംബികയിൽ പൂജിച്ച 2 സ്വർണ്ണ ലോക്കറ്റ് ഉണ്ടെന്നും ഈ ലോക്കറ്റുകളിൽ മൂകാംബിക അമ്മയുടെ മുഖമുണ്ടെന്നും മാഷ് പറയുന്നു. അവിടെ ഇത് 2 മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആവണിമോളുടെ കാര്യം ഞങ്ങളങ്ങ് വിട്ടുപോയി. ആവണിമോൾ ഇത് കയ്യിൽ പിടിച്ച് ഒരേ കരച്ചിലായിരുന്നു. അവൾക്ക് വേണമെന്നും പറഞ്ഞ് ഇനിയും ഇതവിടെ ഇരുന്നാലേ അവൾക്കത് കാണുമ്പോൾ വിഷമമുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതും കൊണ്ട് രാത്രി തന്നെ വന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, എന്നാലും വെച്ചാൽ ആവണിമോൾക്ക് കൊടുക്കാതെ എങ്ങനെയാ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട മോളെ. ഞങ്ങൾ അതിനൊക്കെയുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണെങ്കിലും ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാഷും കമലയും അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവന്തിക. ഒരു സ്വർണ്ണ ലോക്കറ്റും കൊണ്ട് രാത്രി വന്നിരിക്കുന്നു. ഇവരൊക്കെ എന്തൊക്കെ ചെയ്താലും ആ കുഞ്ഞുങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് അതൊരിക്കലും മാറാനേ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നോക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. എന്താണെങ്കിലും നിന്റെ അച്ഛൻ തന്നെ നമ്മളെ വന്ന് വിളിച്ചല്ലോ എന്ന് ധനുഷ് പറയുമ്പോൾ അതിന് അച്ഛന് നമ്മളോട് വിരോധമില്ലല്ലോ, ഏട്ടന്മാർക്കല്ലേ വിരോധമുള്ളതെന്ന് സ്നേഹ പറയുന്നു. എന്താണെങ്കിലും ഇത് നമ്മൾ നല്ലൊരു അവസരമായി തന്നെ എടുക്കണമെന്ന് സ്നേഹ പറയുമ്പോൾ നിന്റെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും എല്ലാം സമ്മതത്തോടെ വേണം നമ്മൾ നെല്ലിശ്ശേരിയിലേക്ക് പൂർണ്ണമായിട്ടും മാറാനെന്ന് ധനുഷ് പറയുന്നു. എന്താണെങ്കിലും അവിടെ നിറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായല്ലേ നെല്ലിശ്ശേരിയിലേക്ക് പോകാൻ പോകുന്നത്. എന്താണെങ്കിലും ആ 2 കുട്ടികൾക്കും എന്തെങ്കിലും വാങ്ങണ്ടേ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം, ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സന്തോഷത്തോടെ ധനുഷിനെ നോക്കുകയാണ് സ്നേഹ. അതേസമയം അവന്തിക ധനുഷിനെ വിളിക്കുന്നു. നാളെ നെല്ലിശ്ശേരി വീട്ടിലേക്കുള്ള നിന്റെ പടികയറ്റമാണ്. അതോടൊപ്പം തന്നെ ആ സമയം തന്നെ കൃത്യമായി അവിടെ ഒരു ദുരന്തം നടക്കുകയും ചെയ്യും. അവിടുത്തെ 2 കുഞ്ഞുങ്ങളും മരിച്ചു വീഴുകയും ചെയ്യും. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, അവന്തികെ, നീ നാളെ തന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. നീ ആ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യാതിരിക്കുക, ആവശ്യമില്ലാത്തതൊന്നും ചെയ്തു കൂട്ടരുതെന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഞാൻ എന്താണെങ്കിലും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് തന്നെയാ. നാളെ നെല്ലിശ്ശേരി വീട്ടിലേക്കുള്ള നിന്റെ പടികേറ്റവും ഒപ്പം ആ 2 കുട്ടികളുടെ അന്ത്യവും അത് എന്താണെങ്കിലും നടന്നിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.